അല്ല പൊന്നാര അഭിവേ എനക്ക് ഈ പെണ്ണാണൻ പോലെ ചായടി മാത്രമേ ഉള്ളൂ. എന്നിട്ട് പറയണിട്ടിന്നു പെണ്ണുങ്ങൾക്ക് പെരും ഡിമാൻഡാണ്. അതെ ശരി. ഓർക്ക് ഡോക്ടർമാര് വേണം, എഞ്ചിനീയർമാര് വേണം, ഫുള്ള് സെറ്റിലേക്കാണ്. സെറ്റിലായാലും വേണമെന്നൊക്കെ പറഞ്ഞു നടക്കുക. അതന്നെ. അത് ശരിയാ. അല്ല സബീക പെരിയിൽ ഇപ്പൊ ആരും ഇല്ലെങ്കിൽ ഇപ്പൊ ആകെ കുഴപ്പാവൂലടാ. എന്തിത്തെ പറയണത് ഷിയാബേ, ഉമ്മാക്കാണെങ്കിൽ സുഖമില്ല, പൊന്നിട്ടിലിപ്പോ നിർബന്ധമാണ്. നാട്ടിത്തോൽക്കൊക്കെ പെണ്ണ് ഒക്കെ പെരിച്ചായൊക്കെ ലെവലാണെന്നുണ്ടെങ്കിലേ ഒക്കെ പുച്ചാണ്. ഒക്കെ വിദേശത്ത് പോയിങ്ങാണ്ട് സെറ്റിലാകണം. വിദേശത്തേക്ക് പോയിങ്ങാണ്ട് നിൽക്കുക പിടിച്ച. അനക്ക് നല്ലൊരു പെണ്ണുണ്ട്, ഇത് റെഡി ആണെങ്കിൽ ഞാനത് റെഡിയാക്കി തരാം. അനക്ക് വേണോ? ആണേ. എങ്ങനെയാണ് സംഭവം? നല്ലൊരു ബ്രോക്കറുണ്ട്, പക്ഷെ പെണ്ണ് ഹൈദരാബാദിയാക്കാരം. നടക്കുവോ? നിലമ്പൂർ ചന്ദ്രം. ചന്ദ്രനോ? നിലമ്പൂർ ചന്ദ്രം. ഞാൻ വിളിച്ചോട്ടെ. പെണ്ണ് ഹൈദരാബാദി കേട്ടോ. ഹൈദരാബാദിയോ? ഹൈദരാബാദി നല്ല പെണ്ണായിരിക്കും. ഞാൻ നോക്കട്ടെ. അല്ല എനക്ക് പെണ്ണിട്ടണ്ടേ. പെണ്ണ് കിട്ടില്ലേ? ഹൈദരാബാദ് പെണ്ണിട്ടണോ? ഹലോ, നിലമ്പൂർ ചന്ദ്രനല്ലേ? ചന്ദ്രേട്ടാ, ഞമ്മള് ചെറുക്കണ്ടല്ലോ. കാണാൻ ചെറുക്കൊക്കെ ഉണ്ട്, ഉസാറാണ്. ഓനൊരു പെണ്ണു ആണല്ലോ. 5 ലക്ഷം ഉറുപ്പ്യോ? അത് ഞാൻ അന്വേഷിച്ചോട്ടെ, ചോദിച്ചോട്ടെ. പെണ്ണു ഉസാറാ ഹൈദരാബാദിലെ? ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഞാൻ നിങ്ങൾക്ക് എന്തായാലും വിളിച്ചാ. ഓക്കെ ശരി. ഹൈദരാബാദിയാണ്. ഹൈദരാബാദ് നല്ല ചുറുക്കില്ല പെണ്ണാണ്. 5 ലക്ഷം ഉറുപ്പ്യ വെച്ച് കൊടുക്കണം പൈസ ആയിട്ട്. പറ്റുന്നുണ്ടെങ്കിൽ പെരക്കാട് വയസ്സൊരു 10 22 വയസ്സുണ്ടാവും. ഉമ്മാനിപ്പാനി നോക്കാപ്പോ പെരീക്കൊരാള് വേണ്ടടാ. അനക്ക് പെരിയിൽ ആരും ഇല്ലല്ലോ. ഹൈദരാബാദ് നമ്മൾ ഭാഷ എങ്ങനെ മനസ്സിലാവാനാ? ഭാഷയൊക്കെ മനസ്സിലാവും. ഭാഷക്കൊക്കെ മനസ്സിലാപ്പോ വലിയ പണിയുണ്ടോ? ഇപ്പൊ ഞാൻ വിളിച്ച ആള് ചന്ദ്രൻ നിലമ്പൂരാണ്. നമ്മളെ ഉറച്ച ആളാണ്. അയാൾ പറഞ്ഞത് 5 ലക്ഷം. അപ്പൊ 5 ലക്ഷം ഉറുപ്പിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടൊക്കെ ചെറിയൊരു പൈസ കമ്മിയാക്കിയിട്ടൊക്കെ നമുക്ക് ചെയ്യിപ്പിച്ചു. ഒരു 50 ഉറുപ്പ്യൊക്കെ കമ്മിയാക്കിയിട്ട് ഒരു 4 ലക്ഷം ഉറുപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഹൈദരാബാദി പെണ്ണിനെ കിട്ടും. നമ്മളെ നാട്ടിലത്തെ ഒന്നിനും നോക്കണ്ട. ഓർക്ക് വിദേശത്ത് ജോലി വേണം, എന്തൊക്കെയോ അല്ല ഡിമാൻഡുകൾ. അനക്ക് ഒരു ഡിമാൻഡും ഇല്ല, നേരെ പോവാ കല്യാണം കഴിച്ചാൽ കൊണ്ടുവരാ. ഒരു 50,000 ഉറുപ്പ്യ കമ്മിയായിട്ട് 4 ഉറുപ്പ്യ ഉണ്ടാക്കിക്കോ. പെണ്ണിന്റെ കയ്യിലുണ്ട്. നടക്കുവോ? നടത്തൂലേ നമ്മള്? ഹലോ, ഞാനിപ്പോ നാട്ടിലുണ്ട്. നമ്മളെ ചെറുക്കനുണ്ട് ഇവിടെ. നമുക്ക് കാണാ. ചെറുക്കൻ സുമുഖനാട്ടോ. ചെറുക്കൻ കാണാനൊക്കെ ചെറുക്കുണ്ട്. ജീൻസിന്റെ പാന്റും ടീഷർട്ടൊക്കെ ഇടുന്ന അതിൽ പെട്ടാണ്. തുണി ആരാ സാധനം ഉപയോഗിച്ചില്ല. അത് എന്തേലും കാട്ടിക്കാണ്ടേ ഞമ്മക്ക് ചെറിയ എന്തേലും ചെറിയ നോക്കട്ടോ. ആയിക്കോട്ടെ, ശരി ശരി എന്നാ. സബിക്കെ, ആ ബ്രോക്കർ നമ്മളവിടെ ഉണ്ട് ഇത്രേ. അപ്പൊ നമുക്ക് അയാളെ കാണും ചെയ്യാം. ചന്ദ്രേട്ടാ, എവിടെ നിങ്ങള്? സുഖമായിട്ട് പോണു. എന്തൊക്കെയാ വർത്താനം? സുഖല്ലേ? ഇതാണ് നമ്മളെ ചെറുക്കം. കല്യാണത്തിന്റെ ചെറുക്കൻ കരുതിയമാരല്ല. ചെറുക്കൻ കുറച്ച് ലെവലാ. കാരണവരുന്നല്ല, ആള് വേറെ ലെവലാണ്. അപ്പൊ റിച്ചാണ്. പുറത്ത് വിദേശത്തൊക്കെ പോയി കുറെ പണിയൊക്കെ എടുത്തിക്കണേ. എടാ, നമ്മള് തോൽപ്പാടി അംസാക്കല്ലേ? തോൽപ്പാടി അംസാക്കാക്ക് ഹൈദരാബാദിൽ നിന്ന് കല്യാണം ഉണ്ടാക്കിയ ചില്ലറ കാര്യമൊന്നല്ല. നല്ല കുട്ടിയാണ്. നല്ല കമ്മീഷൻ കിട്ടിയേക്കോ. അതാണേ ആ കല്യാണം ഉണ്ടാക്കിയ മനുഷ്യനാണ് അയാള്. 5 ലക്ഷം നമ്മൾ കരുതിയിരിക്കണത്. ചെറിയ കമ്മിയൊക്കെ നമുക്ക് വരുത്താം. അപ്പൊ നാട്ടില് പറഞ്ഞു 4.5 ലക്ഷം റുപ്യ. 5 ലക്ഷം റുപ്യ എത്ര പറയണേ? ഇപ്പൊ നേരത്തെ ഇപ്പൊ പറഞ്ഞത് 10-50,000 കമ്മി. ചില്ലറ എന്തിനൊക്കെ കമ്മി ആകാരം. 5 റുപ്യ എന്തായാലും കൊടുക്കേണ്ടി വരും. 5 കുറയില്ല. ചില്ലറ എന്തെങ്കിലൊക്കെ കൊടുക്കട്ടെ.
5 ലക്ഷം എന്ന് പറയുമ്പോ കുറച്ച് കൂടുതലല്ലേ? 5 ലക്ഷം റുപ്യ പെണ്ണ് നല്ല പെണ്ണല്ലേ? പെണ്ണ് നമുക്ക് ഭാഷ ഇവിടുത്തെ ഭാഷയിലൊന്നും അറിയില്ല. കൂമ്പാടി ഹൈദരാബാദി ഫോൺ ചെയ്യണം, റീചാർജ് ചെയ്യണം. 5 ലക്ഷം റുപ്യ കൊടുത്താൽ 5 ലക്ഷം കൊടുത്താലും മുതലില്ലേ? നമുക്ക് കണ്ടിട്ടൊന്നുമില്ലല്ലോ. തോൽപ്പഴം മകളില്ലേ മരുളി ഓളിങ്ങനെ മറ്റേ പണ്ടോ സ്വർണ്ണോ പൈസ മൊത്തം സാധനം എടുത്തുകൊണ്ട് ഹൈദരാബാദ് പോയി തോൽപ്പടിക്കണോ? അയാൾ ബാക്കിയേക്കുള്ളൂ. പക്ഷെ എല്ലാ സാധനവും കല്യാണ്ടാക്കിക്കണ ചന്ദ്രേട്ടങ്ങളാണ് കല്യാണ്ടാക്കിക്കണേ. Hey!